ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള പോര് മുറുകുന്നതിന് ഇടയിൽ ഇപ്പോൾ ട്രംപിനെ പുകഴ്ത്തിക്കൊണ്ട് മസ്ക് രംഗത്ത് വരികയാണ്. ഇതോടുകൂടി തന്നെ ഇടഞ്ഞു നിന്ന കൊമ്പിനെ തളയ്ക്കാൻ ട്രംപിന് കഴിഞ്ഞു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചോദിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം വരെ മറ്റൊരു പാർട്ടി രൂപീകരിക്കുമെന്ന നിലപാടിൽ തന്നെ മസ്ക് ഉറച്ചു നിൽക്കുകയായിരുന്നു. പെട്ടെന്നുള്ള മനം മാറ്റത്തിനു പിന്നിൽ മറ്റേതെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഇപ്പോൾ ഗാസയിൽ 60 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചതായി അവകാശപ്പെടുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിന് പിന്നാലെയാണ് മസ്ക് പ്രശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ട്രംപിന് ആശംസ വാക്കുകൾ കൊണ്ട് മൂടുന്ന മസ്കിനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള തർക്കം തുടരുന്നതിനിടയിൽ തന്നെ ലോകമെമ്പാടുമുള്ള നിരവധി ഗുരുതരമായ സംഘർഷങ്ങൾ അദ്ദേഹം വിജയകരമായി പരിഹരിച്ചു എന്നതാണ് മസ്ക് പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനെ പ്രശംസ കൊണ്ട് മൂടിയിരിക്കുന്നതും. ക്രെഡിറ്റ് അർഹിക്കുന്നിടത്ത് തന്നെ പോയി എന്നതാണ് മസ്ക് പറയുന്നത്. ട്രംപ് അധികാരത്തിൽ ഏറുന്നതിനോടൊപ്പം തന്നെ മസ്കും കൂടെയുണ്ടായിരുന്നു എന്നത് വ്യക്തമായിരുന്നു. എന്നാൽ പിന്നീട് രണ്ടുപേരും തമ്മിൽ ചില തർക്കങ്ങൾ ഉടലെടുക്കുകയും അതിൽ ആ ഒരു ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിക്കുകയുമാണ് ഉണ്ടായത്. ട്രംപിന്റെ വലിയ ബില്ലിനെ വീണ്ടും വിമർശിച്ചതിനെ പേരിൽ ടെക് മുതലാളിയായ കട പൂട്ടണമെന്ന് ട്രംപ് ഭീഷണി ഉയർത്തിയതിന് പിന്നാലെ ഒരു ദിവസത്തിന് ശേഷമാണ് ഈ ഒരു കാര്യം മസ്ക് വ്യക്തമാക്കുന്നത്. മറുപടിയായി ടെസ്ല മേധാവി പറയുന്നത്, ഇത് വർദ്ധിപ്പിക്കാൻ വളരെ പ്രലോഭനകരമാണ്. പക്ഷെ ഞാനിപ്പോൾ വിട്ടുനിൽക്കുന്നു. ചരിത്രത്തിലെ ഏതൊരു മനുഷ്യനും ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഡിസിപ്ലിൻ മസ്കിന് ലഭിച്ചു എന്നതാണ് ട്രംപ് അവകാശപ്പെടുന്നതും. അതുപോലെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങി പോകേണ്ടി വരുമെന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയതും. മസ്കിനെതിരെ നിലപാട് മാറ്റിക്കൊണ്ടാണ് ടെസ്ല മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു കാലത്ത് ചിലവ് ചുരുക്കൽ വകുപ്പുമായി ഗ്രാറ്റ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സർക്കാർ സബ്സിഡികളും അതുപോലെ തന്നെ കരാറുകളും പരിശോധിക്കുകയാണ് എന്നും ട്രംപ് നിർദ്ദേശം നൽകിയത്. ട്രംപും മസ്കും തമ്മിലുള്ള തർക്കത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ജനപ്രിയ അതായത് $7,500 ഉപഭോക്തൃ നികുതി ആനുകൂല്യം ഈ ബില്ലിൽ അവസാനിപ്പിക്കുമെന്ന ആശങ്കയായിരുന്നു. ഇത് ഇലക്ട്രിക് വാഹനങ്ങളെ കൂടുതൽ ചിലവേറിയതാക്കും. ഇതാണ് ടെസ്ല CEO പ്രകോപിപ്പിച്ച വസ്തുതയെന്ന് പറയുന്നത്. ട്രംപിന്റെ ബിൽ നിയമമായാൽ സ്വന്തം രാഷ്ട്രീയ ഘടനയായ അല്ലെങ്കിൽ സംഘടനയായ അമേരിക്കൻ പാർട്ടി ആരംഭിക്കുമെന്ന് മസ്ക് ഭീഷണി ഉയർത്തുകയും ചെയ്തിരുന്നു. ജോ ബൈഡന്റെ കാലഘട്ടത്തിലെ പരിഹാസ്യമെന്ന് വിശേഷിപ്പിച്ചതും തന്റെ പ്രചരണത്തിന്റെ കേന്ദ്ര ഭാഗമായിരുന്നതുമായ ഇലക്ട്രിക് വാഹന നയത്തെ താൻ ഇപ്പോഴും എതിർക്കുന്നുണ്ട് എന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയതും. അതുപോലെ തന്നെ നികുതി കുറയ്ക്കുന്നതിനും സാമൂഹിക സുരക്ഷാ പദ്ധതികൾ കുറയ്ക്കുന്നതിനും സൈനിക കുടിയേറ്റ നിർവഹണ ചിലവുകൾ വർദ്ധിപ്പിക്കുന്നതിനും ദേശീയ കടത്തിൽ $3.3 ബില്യൺ ചേർക്കുന്നതിനും സഹായിക്കുന്ന ഒരു പാക്കേജ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു വൻ നികുതി ഇളവ് അല്ലെങ്കിൽ ചിലവ് ബിൽ US സെനറ്റിൽ ഭൂരിപക്ഷത്തിൽ പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ട്രംപിനെ പുകഴ്ത്തിക്കൊണ്ട് മസ്ക് രംഗത്ത് വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.